നമസ്കാരമുണ്ട്. നമ്മുടെ ഈ ലോകത്തെ മോസ്റ്റ് വാല്യൂഡ് ആയിട്ടുള്ള കമ്പനീസ്, ടോപ്പ് 10 കമ്പനീസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്നത് എൻവിഡിയ ആണ്. അവന്മാർക്ക് ഏകദേശം $3.8 ട്രില്യൺ ആണുള്ളത്. അതായത് മെയിനായിട്ട് ആ ഒരു AI ബൂം, അതേപോലെ തന്നെ GPUs എല്ലാം ക്രിയേറ്റ് ചെയ്തത് വഴി കുറേയധികം ഡാറ്റാ സെൻറ്റേഴ്സിനും AI മോഡൽസിനെല്ലാം ഇവർ ഈ സാധനം എല്ലാം സപ്ലൈ ചെയ്യുന്നുണ്ട്. അതാണ് ആക്ച്വലി ഇവർക്ക് ഇത്രയധികം വാല്യുവേഷൻ കൂടാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. ഏകദേശം 3.7 ട്രില്യൺ. അവർക്ക് മെയിനായിട്ട് ക്ലൗഡ് ബേസ്ഡ് സർവീസ്, പിന്നെ അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള പല പല സർവീസ്, പിന്നെ ഓപ്പൺ എയിലേക്ക് അവർക്കാണ് മെയിൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഏകദേശം $14 ബില്യൺ അവരുടെയാണ് മെയിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി അവരുണ്ടാക്കാൻ പോകുന്ന ഇനി ചിപ്പുകൾ. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് അവർക്ക് ഏകദേശം $3.7 ട്രില്യൺ വാല്യുവേഷൻ വരുന്നത്. മൂന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് ആപ്പിൾ ആണ്. അവർക്ക് ഏകദേശം വാല്യുവേഷൻ എന്ന് പറയുന്നത് $3.2 ട്രില്യൺ ആണ്. അവരെക്കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഐഫോൺ, മാക്ക്, ഐപോഡ്സ്, അങ്ങനെ കുറേയധികം ഗാഡ്ജറ്റ്സ്, അവരുടെ സ്വന്തം എക്കോസിസ്റ്റം, അങ്ങനെ എല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ആക്കി വരുന്ന ഒരു നല്ലൊരു ടീമാണ്. നാലാമതായിട്ട് വരുന്നത് ആമസോൺ ആണ്. ഏകദേശം $2.3 ട്രില്യൺ ആണ് അവരുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അവരുടെ പരിപാടി അറിയാലോ, എസ്പെഷ്യലി ഈ ഒരു ഇ-കൊമേഴ്സ് പരിപാടി, അതേപോലെ ലോജിസ്റ്റിക്സ്, അതേപോലെ പ്രൈമിൻ്റെ ആ ഒരു എക്കോസിസ്റ്റം, പിന്നെ ഈ എസ്പെഷ്യലി ഈ AWS വെബ് ഹോസ്റ്റിങ്ങും പരിപാടിയൊക്കെ, അതാണ് അവന്മാരുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് വരുന്നത് ആൽഫബറ്റ് കമ്പനിയാണ്. നമ്മുടെ ഗൂഗിൾ, ഡീപ് മൈൻഡും ഇവരെല്ലാം കൂടെ, യൂട്യൂബ് എല്ലാം ഉൾക്കൊള്ളുന്ന ആൽഫബറ്റ് കമ്പനി ഏകദേശം $2.1 ട്രില്യൺ ആണ് ഇവരുടെ വാല്യുവേഷനായിട്ട് കണക്കാക്കപ്പെടുന്നത്. എസ്പെഷ്യലി യൂട്യൂബ്, അതേപോലെ സെർച്ച് എഞ്ചിനായിട്ടുള്ള ഗൂഗിൾ, പിന്നെ AI മോഡൽസ്, ഇതിൻ്റെ എല്ലാം വാല്യുവേഷനാണ് ഏകദേശം $2.1 ട്രില്യൺ ആയിട്ട് കണക്കാക്കുന്നത്. ആറാമതായിട്ട് വരുന്നത് സുക്കറണൻ്റെ സ്വന്തം മെറ്റാ പ്ലാറ്റ്ഫോംസ് ആണ്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, പിന്നെ അതേപോലെ തന്നെ AI മോഡൽസ്, ഇതെല്ലാം കൂടെ വാല്യുവേഷൻ ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് ഏകദേശം $1.8 ബില്യൺ ഇവരുടെ വാല്യുവേഷനായിട്ട് കണക്കാക്കുന്നത്. ഏഴാമതായിട്ട് വരുന്നത് സൗദി അറേബ്യയാണ്. ഏകദേശം $1.6 ട്രില്യൺ. മെയിനായിട്ട് അവരുടെ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് പരിപാടി, അത് തന്നെയാണ് അവർക്ക് അത്രയധികം വാല്യുവേഷൻ സമ്മാനിക്കുന്നത്. എട്ടാമതായിട്ട് വരുന്നത് ബ്രോഡ്കോം ആണ്. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ചിപ്പ് നിർമ്മാണം തന്നെയാണ്. പക്ഷേ ഇതൊരിക്കലും AIക്കല്ല. ഈ ഐഫോൺസ്, അതേപോലെ ബ്ലൂടൂത്ത്, അങ്ങനെ കുറേയധികം സ്മാർട്ട് ഫോൺസ് റിലേറ്റഡ് ആയിട്ടാണ് ഇവർ മെയിനായിട്ട് ചിപ്പ് നിർമ്മിച്ച് കൊടുക്കുന്നത്. ഇവരുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാം കൂടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് $1.27 ട്രില്യൺ ആണ്. ഒൻപതാമതായിട്ട് വരുന്നത് TSMC ആണ്. തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചർ കമ്പനിയാണ്. അവർക്ക് ഏകദേശം വരുന്നത് $1.16 ട്രില്യൺ ആണ്. ഇവരാണ് എല്ലാത്തിൻ്റെയും മെയിൻ. അതായത് എൻവിഡിയയ്ക്ക് ആണെങ്കിലും ബ്രോഡ്കോമിനാണെങ്കിലും ഇവരാണ് ചിപ്പ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്. എൻവിഡിയ ആണെങ്കിലും ബ്രോഡ്കോം ആണെങ്കിലും അവരെല്ലാം ഡിസൈനേഴ്സാണ്. പക്ഷേ ഇവരുടെ കയ്യിലാണ് ഈ ചിപ്പ് മാനുഫാക്ചർ ചെയ്യാനുള്ള യന്ത്രങ്ങളും എല്ലാ സാധനവും ഉള്ളത്. പത്താമതായിട്ട് വരുന്നത് നമ്മുടെ മസ്കണ്ണൻ്റെ ടെസ്ലയാണ്. ഏകദേശം $1.05 ട്രില്യൺ ആണ്. ഇവന്മാരുടെ വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾ, അതേപോലെ തന്നെ പവർ ഹൗസ്, സോളാർ, ഇതിൻ്റെ എല്ലാം കൂടെ വാല്യുവേഷനായിട്ടാണ് ഏകദേശം $1.05 ട്രില്യൺ കണക്കാക്കുന്നത്. അങ്ങനെ ഇത്രയധികം ഈ 10 കമ്പനികളാണ് മെയിനായിട്ടും ടോപ്പ് 10 മോസ്റ്റ് വാല്യൂഡ് ആയിട്ടുള്ള കമ്പനികളായിട്ട് ഇന്നത്തെ ഈ ഒരു കറണ്ട് സിനാരിയോയിലാണ് പറയുന്നത്. അത് ഏകദേശം ഈ ജൂലൈ മാസത്തെയാണ്. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. കഴിഞ്ഞ മാസമൊക്കെ മൈക്രോസോഫ്റ്റ് ആയിരുന്നു ഫസ്റ്റ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് എൻവിഡിയ ആയി. അപ്പോൾ ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഇനിയും നമുക്ക് കുറേയധികം മാറി മറിയലെല്ലാം കാണുകയും ചെയ്യും.